ചിലപ്പോൾ പലരും ഇങ്ങനെ ഈ പ്രാർത്ഥനക്കാരുടെ അടുത്ത് പോകുന്നു, സന്ദേശം ചോദിക്കുന്നു. കാരണം രാവിലെ ഈശോ അവർക്ക് എഴുത്തയച്ചിട്ടുണ്ടേ, ഓരോരുത്തരെക്കുറിച്ചുള്ള മെസ്സേജ്, അത് വായിക്കുന്നു. എന്നിട്ട് ആ സന്ദേശം ശരിയായില്ല, അത് തെറ്റിപ്പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇത് ദൈവം തന്നെയല്ലേ പറഞ്ഞത്, ഇങ്ങനെ തുടങ്ങി ആകെപ്പാടെ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ടപ്പോൾ അവരിങ്ങനെ ആപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അവരൊരു പ്രാർത്ഥനക്കാരുടെ അടുത്തെങ്ങാണ്ട് പോയി അവരേതാണ്ട് ദർശനത്തിൽ കണ്ടു, അത് പറഞ്ഞു കൊടുത്തു, പക്ഷെ നടന്നില്ല. അപ്പോൾ പിന്നെ അവർക്ക് സംശയം, ഇത് ദൈവം ഇങ്ങനെയൊക്കെ, ദൈവം കള്ളത്തരം പറയുമോ, ഇങ്ങനെ ദൈവം പറയുന്ന കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പള്ളിയിലൊക്കെ പോകുന്നവരാണോ? അയ്യോ കൊള്ളാം, പിതാവിനും അറിയാമല്ലോ, ഞങ്ങൾ പള്ളിയിലൊക്കെ പോകും. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമൊക്കെ ആണോ? സ്നേഹത്തിന് കുറവൊന്നുമില്ല. മക്കളെയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടോ? എന്നോ ചോദ്യമാണ്. പിള്ളേരെയൊക്കെ പിതാവിന് അറിയാവുന്നതല്ലേ, ഞങ്ങൾ നന്നായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അത്യാവശ്യത്തിന് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോയി ദൈവത്തിന് നന്ദിയും പറഞ്ഞ് സമാധാനമായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ? എന്തിനാ ഈ സന്ദേശവും തിരക്കി അവിടെ ഇവിടെയെല്ലാം പോകുന്നേ? പരവേശ, പറയപ്പെട്ടവരെ, പരവേശ. എൻ്റെ കൊച്ചു പരീക്ഷ എഴുതുക, അവൾ ജയിക്കുകയോ ഇല്ലയോ? ദൈവം കണിയാനാണോ? കണിയാനല്ല, അവൻ ചിലപ്പോൾ തോക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥനയുടെ മുഴുവൻ കേന്ദ്രം ആരാ? നമ്മളാ. കർത്താവേ, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എത്രയോ കാലമായിട്ട് പറയുന്നു, അത് ചെയ്യണമേ, അത്രേ ഉള്ളൂ. ആ വേലിക്കെട്ടിനപ്പുറത്ത് പ്രാർത്ഥന പോയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുമ്പോഴും ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. അതാണ് ആത്മീയത. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു വലിയ ബഹളത്തിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അല്ല, നമുക്കിത് മതി എന്നങ്ങ് വെക്കുന്നിടത്ത് നമ്മുടെ മനസ്സൊത്തിരി അങ്ങ് സ്വസ്ഥമാകും. ഇത് പോരെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉള്ളതും കൂടെ ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നത്. ചിലർ ഈ പള്ളികൾ മുഴുവൻ നടക്കുക. എന്നാ, ഏത് പള്ളി പോയാലാണോ നമ്മുടെ കാര്യം നടക്കുക, ഏത് ധ്യാനകേന്ദ്രത്തിൽ പോയാലാണോ കാര്യം നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരവേശം പിടിച്ച് നടക്കുക. നിങ്ങൾക്ക് പരിശുദ്ധ കുർബാന കിട്ടുന്നില്ലേ? ഉണ്ട്. ആ കുർബാന എന്തുവാ? കർത്താവ് ഈശോ മിശിഹായ. ഇതിൽ കൂടുതൽ എന്നതാ കിട്ടാനുള്ളത്? കർത്താവേ, കുർബാന കിട്ടിയല്ലോ, നന്ദിയോടെ ഒന്ന് ജീവിച്ചു നോക്കിയേ. അതാണ് ആനന്ദത്തിന്റെ ജീവിതം. അവിടെയാണ് അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു മെത്രാനായിട്ട് ഓരോ ദിവസവും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നു, ഒത്തിരി ആൾക്കാരെ കാണുന്നു, അവരോടെല്ലാം സുവിശേഷം പറയുന്നു. കൊള്ളാം, നല്ല കാര്യം. പക്ഷേ കർത്താവ് എന്നോടും പറയും, നിന്നെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലെന്ന് പറയും. എപ്പോഴാ? നിനക്ക് എന്നോടൊരു ബന്ധം ഇല്ലെങ്കിലും സുവിശേഷം പറയാം കേട്ടോ. ആ മരുഭൂമിയിൽ വെച്ച് സാത്താൻ എത്ര കൃത്യമായിട്ടാണ് ബൈബിൾ എടുത്ത് പ്രയോഗിക്കുന്നത്. അത് രാവിലെ എഴുന്നേറ്റ് വീടൊക്കെ വൃത്തിയാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കെട്ടിയോന് കാപ്പിയൊക്കെ കൊടുത്ത് അവസാനം കുരിശു വരച്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും കൊടുത്ത് പാത്രവും കഴുകി കിടന്നുറങ്ങുന്ന ഒരു അമ്മ. ഈ അമ്മയ്ക്കാണോ ആത്മീയത? ഈ പ്രസംഗിക്കുന്ന മെത്രാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആ അമ്മയ്ക്ക് തന്നെയാണ്. ഞാൻ നിങ്ങൾ പ്രഘോഷിക്കുന്നു, നിങ്ങളെല്ലാവരും കേൾക്കുന്നു, എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഈ പാവം അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത് കാണാനായിട്ട് ആരുമില്ല, കൈയടിക്കാനായിട്ട് ആരുമില്ല, അതിൻ്റെ പേരിൽ അവാർഡും ഇല്ല, അല്ലേ? ആ അമ്മയ്ക്ക് വരങ്ങളും ദാനങ്ങളും ഒന്നുമില്ല, പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതൊരു വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് എന്ന് ഞാൻ പറയും. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുന്ന അവസ്ഥ, സംതൃപ്തിപ്പെടാൻ പറ്റുന്ന അവസ്ഥ. വ്യാകുല മാതാവിന്റെ അനുഭവത്തിലാണ് പലരും ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരയണമെന്ന് വ്യാകുല മാതാവ് പോലും ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ആഗ്രഹം നമ്മളൊക്കെ നല്ല സന്തോഷത്തോടെ ആയിരിക്കാം. അമ്മ അങ്ങനെ കരഞ്ഞു ജീവിച്ച ആളുമല്ല, നല്ല ധീരതയോടെ ജീവിതത്തെ നേരിട്ട ആളാണ് നമ്മുടെ അമ്മ, അല്ലേ?